ആദ്യമായി വിശുദ്ധ കഅബ കണ്ട ആ പണ്ഡിതൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, എനിക്ക് ഒരു ആത്മീയ ഗുരുവിനെ നൽകണം. എന്നെ നന്മയുടെ വഴിയിൽ നടത്തുന്ന, എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ആത്മീയ ഗുരുവിനെ എനിക്ക് നൽകണേ എന്ന് ആ പണ്ഡിതൻ മനമുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ അദ്ദേഹം സ്വപ്നത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശിച്ചു. അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അള്ളാഹു ഒരു വഴികാട്ടി നൽകും. പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും ദിക്റ് ചൊല്ലാൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ തസ്ബീഹ് മാല ആരാണോ ആവശ്യപ്പെടുന്നത് അദ്ദേഹമാണ് നിങ്ങളുടെ ആത്മീയ ഗുരു എന്ന് മുത്തുനബി സ്വപ്ന ദർശനത്തിലൂടെ അറിയിപ്പ് കൊടുക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. നാട്ടിലെത്തിയ ആ പണ്ഡിതൻ തൻ്റെ കർത്തവ്യ നിർവഹണങ്ങൾക്ക് വേണ്ടി ഗ്രാമാന്തരങ്ങളിലൂടെ ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നു. ആ പണ്ഡിതന്റെ പേരാണ് ഷുജാഇ മൊയ്തു മുസ്ലിയാർ. നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച, കേരളക്കരയിൽ ആത്മീയവും വൈജ്ഞാനികമായ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചൊരു പണ്ഡിതനാണ് ഷുജാഇ മൊയ്തു മുസ്ലിയാർ. ഒരു ദിവസം തൻ്റെ പ്രബോധന യാത്രയിൽ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം എത്തിപ്പെടുന്നു. തനിക്ക് പരിചയമുള്ള ഗ്രാമമാണ്. അവിടെ രാത്രിയാണ് എത്തുന്നത്. കടവ് കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ അന്ന് ചൂട്ട് ആവശ്യമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു വ്യക്തിയുണ്ട്, പ്രായം ചെന്നയാളാണ്. അദ്ദേഹത്തിന്റെ പേര് ചൂട്ടുകെട്ടി മമ്മദ് മല്ല എന്നാണ്. രാത്രിയായി കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവർക്കും ചൂട്ട് സൗജന്യമായി നൽകും. വഴി അറിയാതെ, ദിക്കറിയാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വഴി കാണിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരാളാണ് അദ്ദേഹം. പക്ഷെ ആർക്കും വലിയ മതിപ്പോ ബഹുമാനമോ ഒന്നും അദ്ദേഹത്തോട് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞ ഷുജാഇ മൊയ്തു മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെല്ലുന്നു. തനിക്ക് ചൂട്ട് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അദ്ദേഹം ചൂട്ട് കെട്ടി ഷുജാഇ മുസ്ലിയാർക്ക് നൽകുന്നു. അദ്ദേഹം ചോദിച്ചു, ഈ ചൂട്ടിന് എന്താണ് വില? മുഹമ്മദ് മല്ല പറഞ്ഞു, ഇത് സൗജന്യമാണ്, നിങ്ങൾക്ക് എടുക്കാം. അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണം, സൗജന്യമായ ഒരു സാധനവും ഞാൻ വാങ്ങിക്കില്ല. ഷുജാഇ മൊയ്തു മുസ്ലിയാരോട് ചൂട്ടുകെട്ടി മുഹമ്മദ് മല്ല ആവശ്യപ്പെട്ടു, എങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള തസ്ബീഹ് മാല എനിക്ക് തന്നോളൂ. ഷുജാഇ മൊയ്തു മുസ്ലിയാർക്ക് കാര്യം പിടികിട്ടിയില്ല. അദ്ദേഹം പറഞ്ഞു, കാശ് വേണമെങ്കിൽ തരാം, തസ്ബീഹ് മാല തരാൻ പറ്റില്ല. ഉടനെ ചൂട്ടുകെട്ടി മുഹമ്മദ് മല്ല പറഞ്ഞു, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ കാര്യം മറന്നുപോയോ എന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിൽ ഷുജാഇ മൊയ്തു മുസ്ലിയാർ സ്തബ്ധനായി നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട, അള്ളാഹുവിനോട് യാചിച്ച ആ ഒരു കാര്യം ഇതാ സാധ്യമായിരിക്കുന്നു. ഞാൻ അന്വേഷിച്ചു നടക്കുന്ന ആത്മീയ ഗുരു, എന്നെ വഴികാട്ടാൻ, എനിക്ക് ആത്മീയമായ വഴികളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹു നിയോഗിച്ച എൻ്റെ ആത്മീയ ഗുരു എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ചോട്ടുകെട്ടി മുഹമ്മദ് മൊല്ലയാണെന്ന് ഷുജാഇ മൊയ്തു മുസ്ലിയാർ തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, ഷുജാഇ മൊയ്തു മുസ്ലിയാർ വലിയ പണ്ഡിതനും വലിയ ഗ്രന്ഥകാരനും സഫലമാല പോലെയുള്ള നിരവധി ബൈത്തുകൾ രചിച്ച മഹാനുഭാവനാണ് ഷുജാഇ മൊയ്തു മുസ്ലിയാർ. എന്നാൽ സമൂഹത്തിനിടയിൽ, നാട്ടുകാർക്കിടയിൽ ഒരു സാധാരണക്കാരനായി മാത്രം അറിയപ്പെട്ടിരുന്ന ചൂട്ടുകെട്ടി മുഹമ്മദ് മല്ല അള്ളാഹുവിന്റെ അടുക്കൽ വിലായത്തിന്റെ സ്ഥാനത്തെത്തിയ മഹാനായിരുന്നു എന്ന് ഷുജാഇ മൊയ്തു മുസ്ലിയാർ തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപക്ഷെ നാം നിസ്സാരമായി കാണുന്ന ആളായിരിക്കാം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാവുക. അതുകൊണ്ട് നാം ഒരാളെയും ചെറുതായി കാണാൻ പാടില്ല, ആരെയും നിസ്സാരമായി കാണാൻ പാടില്ല. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ടവനെന്ന വിനയത്തിന്റെ ഭാവമാണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ഒരു നല്ല വിശ്വാസിയുടെ അടയാളമെന്നും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.